പിതാവിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ചെയ്ത പ്രാണനുണ്ടായെല്ലാം സത്യവും. ഭൂമുഖത്ത് നിന്ന് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് പിടിച്ചു മാറ്റി. നോഹയും അവനോടൊപ്പം പെട്ടകത്തിലുണ്ടായി നമ്മെ മാത്രം അവശേഷിച്ചു. വെള്ളപ്പൊക്കം 150 ദിവസം നീണ്ടു നിന്നു. ശ്രദ്ധയോടുകൂടി ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിക്കുന്നതിനും ഞങ്ങളെ നീ ശക്തരാക്കണമേ. സകലത്തെയും നാഥായി നയിക്കും. അപ്പോൾ നന്മയായിട്ടുള്ളത് എനിക്ക് ഭാരമായി തീർന്നു. ഒരിക്കലുമില്ല. പാപമാണ് നന്മയായിട്ടുള്ളതിലൂടെ എനിക്ക് മരണമുളവാക്കിയത്. ഇത് പാപഭാവമായിട്ട് തന്നെ കാണപ്പെടുന്നതിനും കൽപ്പന വഴി പൂർവാധികം ഭാവകരമായി തീരുന്നതിനും വേണ്ടിയാണ്. നിയമം ആത്മീയമാണെന്ന് നാം പറയുന്നു. ഞാൻ പാപത്തിനടിമയായി വിൽക്കപ്പെട്ടിരിക്കുന്നതിനാണ്. ഞാൻ ചെയ്ത പ്രവൃത്തികൾ തന്നെ എനിക്ക് മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഞാൻ ചെയ്യുന്നതല്ല, വെറുക്കുന്നതാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ചെയ്യാത്ത പ്രവർത്തിക്കുന്നെങ്കിൽ നിയമം നല്ലതാണെന്ന് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇങ്ങനെ പ്രവർത്തിക്കുന്നത് ഞാനെല്ലാം എന്നിൽ കുടികൊള്ളുന്ന പാപമാണ്. എന്നിൽ, അതായത് ശരീരത്തിൽ നന്മ വസിക്കുന്നില്ലെന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യാൻ എനിക്ക് സാധിക്കും, എന്നാൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയെല്ലാം ഇച്ഛിക്കാത്ത തിന്മയാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ ഇച്ഛിക്കാത്തത് ഞാൻ ചെയ്യുന്നുവെങ്കിൽ അത് ചെയ്യുന്നത് ഒരിക്കലും ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമാണ്. അങ്ങനെ നന്മ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ തന്നെ തിന്മയുണ്ട് എന്നൊരു തത്വം ഞാൻ കാണുന്നു. എന്റെ അന്തരംഗത്തിൽ ഞാൻ ദൈവത്തിന് നിയമം ഓർത്താഹ്ലാദിക്കുന്നു. എന്റെ അവയവങ്ങളാകട്ടെ എന്റെ മനസ്സിന്റെ നിയമത്തോട് പോരാടുന്ന വേറൊരു നിയമം ഞാൻ കാണുന്നു. ഇതെന്റെ അവയവങ്ങളുള്ള പാപത്തിന്റെ നിയമത്തിന് എന്നെ അടിമപ്പെടുത്തുന്നു. ഞാൻ ദുർബലനായ മനുഷ്യൻ. മരണത്തിന് അധീനനായ ശരീരത്തിൽ നിന്ന് എന്നെ ആരും മോചിപ്പിക്കും. നമ്മുടെ കർത്താവായ യേശു വഴി ദൈവത്തിന് സ്തോത്രം. ചുരുക്കത്തിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് ദൈവത്തിന്റെ നിയമത്തെ സേവിക്കുന്നു, എന്റെ ശരീരം കൊണ്ട് പാപത്തിന്റെ നിയമത്തെയും. നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്തുതി. ദൈവമേ, തിരുവചനങ്ങൾ
ഈശ്വരയുടെ പരിശുദ്ധ സുവിശേഷം 20 മുതലുള്ള തിരുവചനങ്ങൾ. സെബദീപുത്രന്മാരുടെ മാതാവ് തന്റെ പുത്രന്മാരോടുകൂടി അവരുടെ മുമ്പിൽ വന്ന് യാചനാപൂർവ്വം പ്രവേശിച്ചു. അവൻ അവരോട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? അവർ പറഞ്ഞു, നീ കൽപ്പിക്കണമേ. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിക്കുവാൻ പോകുന്ന പാനപാത്രം കുടിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കഴിയും. അവൻ അവരോട് പറഞ്ഞു, എന്റെ പാനപാത്രം തീർച്ചയായും നിങ്ങൾ കുടിക്കും. എന്നാൽ എന്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കുവാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല. അത് എന്റെ പിതാവ് ആർക്കുവേണ്ടി സജ്ജമാക്കിയിരിക്കുന്നുവോ അവർക്കുള്ളതാണ്. ഇത് കേട്ടപ്പോൾ ബാക്കി 10 പേർക്കും ആ 2 സഹോദരന്മാരോട് അമർഷം തോന്നി. എന്നാൽ യേശു അവരെ അടുത്ത് വിളിച്ചിട്ട് പ്രകാരം പറഞ്ഞു, വിജാതിയുടെ ഭരണകർത്താക്കൾ അവരുടെ യജമാനത്വം പുലർത്തുന്നുവെന്നും അവരുടെ പ്രമാണികൾ അവരുടെ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയാകരുത്. നിങ്ങൾ വലിയവനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനും നിങ്ങൾ ഒന്നാമനാകുവാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനും ആയിരിക്കണം. ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകരുടെ മോചന ദ്രവ്യമായി സ്വജീവൻ കൊടുക്കുവാനും മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് പോലെ തന്നെ. ലോകകാലം നല്ലവരാകുവാനുള്ള കാലം. ഈശ്വരന് ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞുമക്കളെ, ഈ ദിനങ്ങളെല്ലാം പത്രമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിൽ കഞ്ചാവിനെ കുറിച്ചും കഞ്ചാവ് പിടിക്കപ്പെട്ട ഇടങ്ങളെ കുറിച്ചുള്ള വാർത്തകളെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. ഇതിനിടയിൽ ഒരു അമ്മച്ചി എന്നോട് പറഞ്ഞു, എന്റെ അച്ഛൻ സ്കൂളിൽ പോയാൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നെല്ലാം മകൻ ഇപ്പോൾ പങ്കുവെക്കാറുണ്ട്. ദൈവമേ, ഇത് തുടർന്നും പങ്കുവെച്ചു നല്ലവശായി വളർന്നാൽ മതിയായിരുന്നു. ഒരു അമ്മച്ചിയുടെ സന്തോഷവും ആകുലതയും അതിൽ കാണുവാനായി സാധിക്കും. നല്ല മക്കളായി തീരുക തീർച്ചയായും ഏത് മാതാപിതാക്കളുടെയും വലിയ ആഗ്രഹമാണ്, സ്വപ്നമാണ്. ഇന്നത്തെ സുവിശേഷത്തിലൂടെ നോമ്പുകാലത്ത് ദൈവം പറയുകയാണ്, നല്ല മക്കളാകണം, നല്ല മാതാപിതാക്കളാകണം, നല്ലവരായി തീരണം. നല്ല മക്കളെ പരിചയപ്പെടുത്തുകയാണ് സഹോദരീപുത്രന്മാരെ യാക്കോബിനെയും യോഹന്നാനെയും. ഈ യാക്കോബിനെയും യോഹന്നാനെയും സുവിശേഷകൻ നമ്മുടെ മുമ്പിൽ ആദ്യം അവതരിപ്പിക്കുന്നുണ്ട്. അവരെ ഈശോ വിളിക്കുന്നതിനേക്കാൾ അതിരാവിലെ സഹോദരിയോടൊപ്പം കീറിയ വലനന്നാക്കുവാനായിട്ട് അപ്പച്ചനെ സഹായിക്കുന്ന മക്കളാണ് അവരെന്ന്. മാതാപിതാക്കളോടൊപ്പമായിരിക്കുന്ന മക്കൾ, മാതാപിതാക്കളെ ആവശ്യങ്ങളും അവസരങ്ങളുമായി പ്രവർത്തിക്കുന്ന മക്കൾ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്ന മക്കൾ, മാതാപിതാക്കളോടൊപ്പം ജോലിക്ക് പോകുവാനായി തയ്യാറായിരിക്കുന്ന സഹോദരീപുത്രന്മാർ നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. നല്ല മക്കൾക്ക് ഉദാഹരണമാണ് അവർ എന്ന്. തീർച്ചയായിട്ടും പിതാവിനോടൊപ്പം കീറിപ്പോയ വലനന്നാക്കുന്ന ആ മക്കളെ
യേശു വിളിക്കുകയാണ്, നിങ്ങളെ അനുഗമിക്കുക, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മീൻ പിടിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമാണ് മനുഷ്യരുടെ ഹൃദയങ്ങളെ കീഴടക്കുക എന്ന തിരിച്ചറിവിനാൽ അവർ യേശുവിനെ അനുഗമിക്കുകയാണ്, പിതാവിനെയും വലയും കിട്ടിയിട്ട്. ആ നല്ല മക്കൾ തീർച്ചയായിട്ടും എന്നും യേശുവിനോടൊപ്പമുള്ള സംഭവ വികാസങ്ങളെല്ലാം മാതാപിതാക്കളെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ യേശു ആരാണ് എന്ന വ്യക്തമായൊരു ബോധം ഈ മാതാപിതാക്കളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇവൻ രക്ഷകനാണ് എന്ന തിരിച്ചറിവ് സഹോദരന്മാരുടെ അമ്മയിലും ജനിച്ചു. ആ തിരിച്ചറിവിന്റെ നിറവിൽ മക്കളുടെ സ്വപ്നം, അഭ്യർത്ഥന ശുപാർശ ചെയ്യുവാനായിട്ട് അമ്മ ഇറങ്ങിത്തിരിക്കുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ ഒരു നല്ല അമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും. മക്കളുടെ വർഷ സ്വപ്നം കണ്ട ആ അമ്മ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ സുവിശേഷ ഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സുവിശേഷ ഭാഗത്തിൽ തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് സഹോദരന്മാരുടെ അഭ്യർത്ഥന എന്നതാണ്. എന്നാൽ അഭ്യർത്ഥന നടത്തുന്നത് സഹോദരന്മാരല്ല, മറിച്ച് സഹോദരന്മാരുടെ അമ്മയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മക്കളുടെ ആഗ്രഹം അമ്മയുടെ ശുപാർശയിലൂടെ യേശുവിന്റെ പക്കൽ എത്തുകയാണ്. മറ്റൊരു വാക്കിൽ പറഞ്ഞ അമ്മയോട് അപ്പനോട് ചേർന്ന് നിൽക്കുന്ന നല്ല മക്കളായിരുന്നു സഹോദരന്മാരായ യാക്കോബും യോഹന്നാനും എന്ന് സുവിശേഷം വ്യക്തമാക്കുകയാണ്. അതിന് മക്കൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുവാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന നല്ല അമ്മയെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന നല്ല പിതാവിനെ കാണുവാനായിട്ട് സാധിക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞ നോക്കുകാലം നല്ല മക്കളാകുവാനുള്ള കാലഘട്ടമാണ്. അതോടൊപ്പം തന്നെ നല്ല മാതാപിതാക്കളാകുവാനുള്ള കാലഘട്ടം കൂടിയാണ്. ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നുവെങ്കിൽ മക്കളുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും അനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുവെങ്കിൽ നമ്മളും നല്ല മാതാപിതാക്കളുടെ സ്ഥാനത്തേക്ക് ഉയരുകയാണ്. സഹോദരന്മാർക്ക് വേണ്ടി സഹോദരന്മാരുടെ അമ്മ ശുപാർശ നടത്തുന്നു. നിന്റെ ഇടതുവശത്തും വലതുവശത്തും ഇരിക്കുവാനുള്ള വരം എന്റെ മക്കൾക്ക് നൽകണമേ. ആ ശുപാർശയും ആ അഭ്യർത്ഥനയും അവിടെ തീരുകയാണ്. അവളോട് മറുപടി പറയുന്നില്ല. ഞാൻ കൂടെ കൊണ്ട് നടന്ന എന്റെ ശിഷ്യന്മാരെക്കാണ് പിന്നീട് മറുപടി എല്ലാം കൊടുക്കുക. ഞാൻ കുടിക്കുന്ന ഫലപാത്രം കുടിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? അവർ പറയുകയാണ്, ഞങ്ങൾക്ക് സാധിക്കും. ശ്രീമാരുടെ ചരിത്രമെടുത്ത് നോക്കിയാൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യേശുവിന്റെ വാക്കുകളെ, അവരുടെ ഉത്തരങ്ങളെ കൃത്യമായിട്ട് അന്വർത്ഥമാക്കി ജീവിച്ച ശിഷ്യന്മാരായിരുന്നു യോഹന്നാനും യാക്കോബും. യാക്കോബ് ശ്ലീഹ ശിഷ്യന്മാരിൽ ആദ്യ രക്തസാക്ഷിയായിരുന്നു. യോഹന്നാൻ ശ്ലീഹ പ്രായാധിക്യത്തിൽ ഏറ്റവും അവസാനം മരിച്ച ശിഷ്യനായിരുന്നു. യേശുവിനെ അനുഗമിച്ച ശിഷ്യത്വം വീണ്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. നോക്കുകാലം എല്ലാവരും നന്നാക്കുവാനുള്ള കാലഘട്ടമാണ്. ഈ ശിഷ്യന്മാരുടെ ആഗ്രഹം എത്തിയിട്ട് ഈ അമ്മയുടെ ശുപാർശ കണ്ടിട്ട് മറ്റു ശിഷ്യന്മാർക്ക് അവരോട് അമർച്ച തോന്നി. അവരെ വിളിച്ച് ഈശോ പറയുകയാണ്, ശുശ്രൂഷിക്കപ്പെടുവാനല്ല, ശുശ്രൂഷിക്കുവാനാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശുശ്രൂഷിക്കുമ്പോഴാണ് നാം വലിയവരാകുക. മറ്റൊരു വാക്കിൽ പറഞ്ഞ്
ശുശ്രൂഷിക്കുവാനായിട്ട് മറ്റുള്ളവരുടെ മോശദ്രവ്യമായി മാറുവാൻ വേണ്ടിയാണ് വിളിച്ചത്. നിങ്ങളെ ഞാൻ ഗമിക്കാം, ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. മനുഷ്യരെ പിടിക്കുന്നത് മറ്റുള്ളവരുടെ ആവശ്യങ്ങളും അവസരങ്ങളും അവരെ പ്രവർത്തിച്ച് അവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുമ്പോഴാണ്, ഹൃദയത്തിൽ ചേക്കേറുമ്പോഴാണ് നാം മനുഷ്യരെ പിടിക്കുക. അത് ശുശ്രൂഷയുടെ വഴിയാണ്, അത് ത്യാഗത്തിന്റെ വഴിയാണ്, അത് സഹനത്തിന്റെ വഴിയാണ്, അത് ദൈവം നിറവേറ്റലിന്റെ വഴിയാണ്, അത് പ്രാർത്ഥനയുടെയും മാതൃയാകലിന്റെയും ഒക്കെ വഴികളാണ്. ആ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നാം അവരെ അനുഗമിക്കുന്നവരാകുക, മറ്റുള്ളവരുടെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കുന്നവരാകുക, മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ വലിയവരാകുക, ഒന്നാമനായി തീരുക. ഒന്നാമനാകുവാനായിട്ട് ദൈവം നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കട്ടെ. പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവിനെ മുന്നിൽ കാരണമാകണമെന്ന് യാചിക്കാം. പരിശുദ്ധാത്മാവിനാൽ ഭൂമിയിലേക്ക് നയിക്കപ്പെടുകയും 40 പ്രസവിക്കുകയും ചെയ്ത കർത്താവേ, തപസ്സിനെയും പ്രകാശത്തിനെയും കരുപിയാൽ ഞങ്ങളെ നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ലോകത്തിന്റെ പാപം നീക്കുന്ന കുഞ്ഞാളെ ഞങ്ങളുടെയും മറ്റുള്ളവരെയും പാവങ്ങൾക്ക് പരിഹാരം അന്വേഷിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് യാചിക്കുന്നു. സ്നേഹത്തിന്റെ ദിവസമായ വിഷയമായി ഞങ്ങളുടെ ശരീരത്തെയും കൈതുർവാസങ്ങളെയും നിന്നോട് കൂടി പ്രതീക്ഷിക്കുന്നതിന് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു. ജീവിക്കാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് യാചിക്കുന്നു. ശാന്തി സമാധാനവും യാചിക്കുന്നു. യേശുനാഥൻ നൽകിടും ദിവ്യവചനം
ചെയ്യുവാൻ ആവശ്യമായി കൃപാവരുടെ ആശയാണ്. അങ്ങയുടെ ആദ്യമായ ദൈവത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി തന്റെ വിധാനത്തിനെയും മരണത്തിനെയും സംസ്കാരത്തിനെയും ഉദ്ധാനത്തിനെയും ഓർമ്മയാചരിക്കുവാൻ കൽപ്പിക്കുന്ന വഴി പിതാവായ ദൈവം തന്റെ കൃപയാലും ഈ കുർബാന നമ്മുടെ കരങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ കൽപ്പനയനുസരിച്ച് സമൃദ്ധമായ അനുഗ്രഹം
അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തെ സ്വർഗവാസികളായ ഇരങ്ങളും പതിനായിരങ്ങളും മുമ്പിൽ ആരാധിക്കുന്നു. അഗ്നിവന്മാരും അരൂപികളുമായ സ്വകീയ സൈന്യങ്ങളും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് ഞങ്ങളും ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ഓശാന പാടുകയും ചെയ്യുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വിഹാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി
വിഭജിച്ച് ശിഷ്യന്മാർ നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അവർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ശുദ്ധപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. ഇതെല്ലാം ഇതിൽ വാങ്ങി പാനം ചെയ്യൂ. നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മനുഷ്യർക്ക് വേണ്ടിയും ഞങ്ങളുടെ പ്രാർത്ഥന സഹായം പ്രത്യേകം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും പിതൃപിതാദികൾക്കും കുടുംബാംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന അയോഗ്യരായ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ അങ്ങേ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണേ. അങ്ങേ ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവർത്തിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൂർണ്ണതയ്ക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർത്തിലുള്ളവരെ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരുടെ ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സദയം നാ ഒരു കേരളമേ
തിരുശരീരവും തിരുരക്തവും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗീയവാതിൽ തുറന്നു നിമിഷം തിരുവോത്തിരൂപൻ അണയും നിമിഷം പരിശുദ്ധ പരമകാരുണ്യമേ നിന്നെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഓ ദിവ്യസ്നേഹമേ നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ. പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ സ്നേഹവുമായി സ്നേഹം നിലനിർത്തുന്നവർ സമീപിക്കാം. എല്ലാവർക്കും മനസ്സരത്തോടെ അവരെ തിരിച്ചുകൊണ്ടും പാവണക്കൊണ്ടും സർവ്വത്തെ ക്ഷണിച്ചുകൊണ്ടും നമുക്ക് സ്ഥലത്തിനെ ബാധ്യതയാക്കുകയും ചെയ്യാം. ദൈവത്തോട് ഞാൻ ചോദിച്ചെല്ലാം എനിക്ക് ലഭിക്കും നമ്മുടെ വിശ്വാസത്തോടു കൂടി അത് അപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആധാരം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവിന്റെ പാവൻ അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. എപ്പോഴും എന്നേക്കും ആമേൻ. മിശിഹായ ശരീരത്തോടും ജീവനോടും
11,064 രൂപ. ഇന്ത്യ കുർബാന 10,117 രൂപ. സെന്റ് ജോർജ് കുടുംബയൂണിറ്റ് സെന്റ് ജൂഡ് കുടുംബയൂണിറ്റിനായി സമർപ്പണം 885 രൂപ. സെന്റ് ജൂഡ് മാസവഴി 5,200 രൂപ. സെന്റ് ആന്റണീസ് കുടുംബയൂണിറ്റ് കുറിച്ച് കഴിഞ്ഞ് 3 മണിക്ക് വെജി ഒന്നാമത്തെ വസതിവേഷം, മദർ തെരേസ യൂണിറ്റ് 4 മണിക്ക് മനോജ് മുഖാലിക്കലിന്റെ വസതിവേഷം, സെന്റ് തോമസ് കുടുംബ യൂണിറ്റ് 5 മണിക്ക് മുല്ലാശ്ശേരി ചാക്കോ മൈക്കലിന്റെ വസതിവേഷം സമ്മേളിക്കുന്നു. 19-ാം തീയതി ബുധനാഴ്ച വിശ്വാസപിതാവിനെ കൊണ്ടുവരുന്ന ദിനമാണ്. വൈകിട്ട് 6 മണിക്ക് ആഘോഷമായ തിരുനാൾ കുർബാന. അതിനെ തുടർന്ന് ഊട്ടുസദ്യയുടെ ഒരുക്കങ്ങൾ നടത്തുവാനായി അന്ന് ദിവസം രാവിലെ 9 മണിക്ക് പള്ളിയിൽ അരിയുവാനുള്ള പണിയായുധങ്ങളുമായി പച്ചക്കറിയുവാനുള്ള പണിയായുധങ്ങളുമായി തിരിച്ചറിഞ്ഞു അഭ്യർത്ഥിക്കുന്നു. രോഗികൾക്കുള്ള ഭക്ഷണപൂർത്തി ഒരുക്കുവാനായിട്ട് രോഗികളുടെ പേരുകളുടെ ലിസ്റ്റ് ഭാരവാഹികൾ ഇതുവരെ പട്ടികയിലിരിക്കേണ്ടതാണ്. പെസഹ വ്യാഴാഴ്ച ശിക്ഷാക്കുവാൻ ആഗ്രഹിക്കുന്ന പുരുഷന്മാർ പേര് എൻ്റെ പങ്കുകളെല്ലാം ആദ്യ പേരുകളെല്ലാം 12 വരെയായിരിക്കും പരിഗണിക്കുക. ഇടവക മാസത്തെ നിശ്ചയപ്പെടുത്തിയിരിക്കുന്നവർ ദയവായിട്ട് കൊടുത്തു തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സർട്ടിഫിക്കറ്റ് ആവശ്യം വരുമ്പോൾ രജിസ്റ്ററും മാസവഴി കാർഡും കൊണ്ടുവരുവാനായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികളുടെ 10, 12 റിസൾട്ട് എഴുതിയിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ A+ നേടിയിരിക്കുന്ന കൊളപ്പള്ളി കുക്കു അന്നാമണി, പെരുമ്പള്ളി ജസ്റ്റിൻ ഇനിസ എന്നിവരെയും 12ാം ക്ലാസ്സിൽ A+ നേടിയിരിക്കുന്ന പടപ്പുറ എന്നിവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ A+ ആയിട്ട് 9 A+ കുട്ടികൾ നേടിയിട്ടുണ്ട്. അവർക്കും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും പ്രത്യേകവും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഘടകങ്ങളുടെ മോചനത്തിനായി കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സകലത്തെയും നാഥായി നീക്കും. പ്രത്യാശയായ മിശിഹായി സുദൃഢവും പരിശുദ്ധവും ശിവനായ ദൈവികവുമായ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായി നാല് വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിനെയും നാഥായി നീക്കും. ിൻ
എന്നേക്കും. വിശുദ്ധ